നിങ്ങൾക്ക് അടിക്കണോ? ഇനി നീ ഫുട്ബോൾ എടുത്തോണ്ട് വരണം. വിസിലടിച്ച് കാർഡ് കാണിച്ച്. ഹലോ ജോർദാർ, ഫുട്ബോൾ വായു കൊണ്ട് എങ്ങനെ എടുത്തോണ്ട് വരും? ഇത് പട്ടിയാണ്, ഹിപ്പോപ്പൊട്ടാമസ് അല്ല. സംശയമുണ്ടോ? ഔട്ട് ഫ്രം ദ ഗ്രൗണ്ട്. അല്ല കണ്ണ സാറേ, ഇതാരാണ്? വെളുപ്പിനെ എവിടെ നോക്കിയാലും ഫോഗാണ്. ഇതെന്റെ ബ്രാഞ്ച് മാനേജറുടെ ഡോഗാണ്. അടികൈ മുകുന്ദ, ചാടിക്കോ. മുകുന്ദനോ? പട്ടിക്ക് വളരെ വ്യത്യാസമായ പേരാണല്ലോ. സംശയമുണ്ടോ? അതെ, എന്റെ ബോസിന്റെ അയൽക്കാരന്റെ പേര് മുകുന്ദൻ എന്നാ. അയാളുടെ ശല്യം കാരണമായി ഈ പട്ടിക്ക് മുകുന്ദൻ എന്ന് പേരിട്ടത്. നല്ല പട്ടിയാണല്ലോ. മാത്രമല്ല ട്രെയിൻഡും ആണ്. മുകുന്ദ സീറ്റ്. മുകുന്ദ ജംപ്. മുകുന്ദ ബോൾ. ഞാൻ ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. മിസ് കാഡ്കറിന്റെ ഡ്രസ് മുഴുവൻ നീ വൃത്തികേടാക്കിയില്ലേ? അതിനെന്താ, അവൻ തന്നെ നനയ്ക്കുകയും ചെയ്യും. പക്ഷെ കാണുന്നവർക്ക് അങ്ങനെ തോന്നാറില്ലല്ലോ. അവർ വിചാരിക്കും മിസ് ഗാഡ്കർ ജോർദാറിന് ട്രെയിനിങ് നൽകിയിട്ടില്ലെന്ന്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് കണ്ണ സാർ. ജോർദാറിന് ട്രെയിനിങ് വളരെ ആവശ്യമാണ്. എന്റെ ഫ്രണ്ട് ഒരു ഡോഗ് ട്രെയിനറാണ്. വെരി ഗുഡ്. നമ്മുടെ സർക്കാർ പ്ലാസ്റ്റിക് ബാൻ ചെയ്തു. മുകുന്ദനെ അവൻ ട്രെയിൻ ചെയ്തു. അടികൈ. അപ്പൊ അദ്ദേഹത്തെ ഉടനെ വിളിക്കൂ പ്ലീസ്. ജോർദാറിന് ട്രെയിനിങ് നമുക്ക് ഉടനെ തുടങ്ങണം. പക്ഷെ എന്തിനാ മേഡം? ജോർദാർ, നിനക്ക് വെസ്റ്റേണോ ഇന്ത്യൻ മ്യൂസിക്കോ ഏതാണ് ഇഷ്ടം? എന്തെന്നാൽ അവര് നിന്നെ വെച്ച് വായിക്കാൻ പോവുക. അറ്റ്ലീസ്റ്റ് നിനക്ക് ഇഷ്ടമുള്ള മ്യൂസിക് വായിക്കട്ടെ. സംശയമുണ്ടോ? വെറുതെ അവനെ കളിയാക്കല്ല, അവ ഇപ്പൊ തന്നെ വളരെ വിഷമത്തിലാ. ഹലോ കഴുതേ, ഡോർബെല്ലാണ് അടിച്ചത്, ഫോൺ ബെല്ലല്ല. ഞാനത് കേട്ടില്ല. നിനക്കത് കേട്ടെങ്കിൽ പോയി കതവ് തുറക്കടാ. ആരാണ് നിങ്ങള്? ബാലേ. ബാലയുടെ വേണ്ട, വെളിയിൽ പോയി ചെയ്താ മതി. അയ്യോ മോനെ, എന്റെ പേരാണ് ബാലേ. ഗ്രൂപ്പ് മുഴുവൻ അകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കണോ? ഹായ്, ഐ ആം ബാലേ, ഡോഗ് ട്രെയിനർ. വിസിലടിച്ച് കാർഡ് കാണിച്ച്. ക്ഷമിക്കണം, താങ്കളുടെ പേരെന്താണെന്നാ പറഞ്ഞത്? ബാലേ. ഈ പേര് വെറൈറ്റി ആണല്ലോ. എന്റെ അച്ഛൻ ഫുട്ബോൾ പ്ലെയർ പീലയുടെ ഫാനായിരുന്നു. മാത്രമല്ല ദേശസ്നേഹിയും. അതുകൊണ്ട് ഇന്ത്യൻ പേരിടണമായിരുന്നു. അങ്ങനെ പീല എന്ന പേരിനെ ബാല എന്നാക്കി. അപ്പൊ നിങ്ങളൊരു ഫുട്ബോൾ പ്ലെയർ കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ജേഴ്സി നിങ്ങൾ ഇട്ടിരിക്കുന്നത്? ഇല്ല, പ്ലെയർ ആകാൻ കഴിഞ്ഞില്ല. ഞാൻ റഫറിയായി. വിസിലടിച്ച് കാർഡ് കാണിച്ച്. പറഞ്ഞ പോലെ ഏതാണ് പട്ടി? ഞാനാണ് പട്ടി. സംശയമുണ്ടോ? ആളെ കണ്ട അറിയാൻ പാടില്ലേ? മിസ്റ്റർ ബാലെ, എന്റെ സർദാറാണ്, മിടുക്കനാണ്. മാഡം അങ്ങനെ പറയരുത്. ഇവനെ ഞാൻ മിടുക്കനാക്കി തീർക്കും, തീർച്ച. തെറ്റിദ്ധരിക്കണ്ട, ഇവനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത്. നിങ്ങൾ എന്നാണ് ട്രെയിനിങ് തുടങ്ങുന്നത്? ഇന്ന്, ഇപ്പൊ തന്നെ. വിസിലടിച്ച് കാർഡ് കാണിച്ച്. ഗുഡ്. ഇവിടെ അടുത്ത് തന്നെ ഗ്രൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ തന്നെ ട്രെയിനിങ് തുടങ്ങാം. സർദാർ, ശ്രദ്ധിക്കൂ, കുസൃതി ഒന്നും കാണിക്കരുത്, മനസ്സിലായല്ലോ? എന്തെങ്കിലും കാണിച്ചാൽ ഞാൻ പണിഷ്മെന്റ് തരും. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഈ ട്രെയിനിങ്ങിന് ശേഷം ബൈ. ആദ്യമായിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആവാം. സബാഷ് ജോർദാർ, സബാഷ്. കോൺഫ്ലെക്സും മറ്റും കഴിച്ചോണ്ടിരുന്നവന്റെ അടുത്താണ് അയാൾ പട്ടി ബിസ്ക്കറ്റ് കൊടുക്കുന്നത്. ഉമ്മ 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 ഉമ്മ.
ജോർദാർ നിൽക്കൂ. ജംപ്. ജംപ്. വേറെ ഒന്നും നടന്നില്ലെങ്കിലും ഈ ട്രെയിനിങ്ങിന് ശേഷം അവൻ നല്ലവനാ. ആ പാവത്തിന് നിങ്ങൾക്ക് അടിക്കണോ? ഇനി നീ ഫുട്ബോൾ എടുത്തോണ്ട് വരണം. വിസിലടിച്ച് കാർഡ് കാണിച്ച്. ഹലോ ജോർദാർ, ഫുട്ബോൾ വായു കൊണ്ട് എങ്ങനെ എടുത്തോണ്ട് വരും? ഇത് പട്ടിയാണ്, ഹിപ്പോപ്പൊട്ടാമസ് അല്ല. സംശയമുണ്ടോ? ഔട്ട് ഫ്രം ദ ഗ്രൗണ്ട്. വിസിലടിച്ച് കാർഡ് കാണിച്ച് ഔട്ട്. ജോർദാർ ഹാഫ് ടൈം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രെയിനിങ് തുടരാം. വിസിലടിച്ച് കാർഡ് കാണിച്ച്. പക്ഷേ സാർ, യെല്ലോ കാർഡ് കിട്ടിക്കഴിഞ്ഞു. റെഡ് കാർഡും കൂടെ കിട്ടിയാൽ മിസ് ഗാഡ്കറിനടുത്ത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഈ ബാലെ ജോർദാറിനെ വെറുതെ വിടില്ല, വിസിൽ അടിപ്പിക്കും. സാറേ, ഇത് ആദ്യ ദിവസം തന്നെ അധികമാ. ആ ട്രെയിനർ സാറേ, അവനൊരു പിഞ്ചു കുഞ്ഞാ, പതറിപ്പോകും. സംശയമുണ്ടോ? ഓക്കേ, എന്നാൽ നാളെ രാവിലെ ട്രെയിനിങ് തുടരാം. വിസിലടിച്ച് കാർഡ് കാണിച്ച്. മേഡം എന്തിനാ ഇങ്ങനൊരു ഷോക്ക് തന്നത്? ഞാൻ നല്ലതുപോലെയല്ലേ ഇരിക്കുന്നത്. അതെ, ഇവനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഏത് ഡോഗ് ഷോയിലേക്ക് അയക്കാൻ പോകുന്നേ? അതുകൊണ്ടല്ലേ നിനക്ക് ഈ ട്രെയിനിങ് നൽകുന്നത്. സംശയമുണ്ടോ? അല്ലെങ്കിൽ ഇവനൊരു ഡോഗി തന്നെ അല്ലേ? ആ പക്ഷേ ഇവൻ പഴയതുപോലെ അല്ലല്ലോ ഇപ്പോൾ. ജോർദാർ, ഈയാടാ ഓടിക്കാൻ പറ്റിയൊരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. എന്ത്? വളരെ നല്ല പ്ലാനാണ് പണി. നാളെ ഞാൻ ആ ബാലയെ മൂക്കോ ഡിക്ഷ ഇണ്ണ എല്ലാം മരപ്പിക്കും. ആ ശബാഷ്, ഇന്ന് ഒരുപാട് അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നന്നായി കഴിക്കും. ദേ കണ്ടോ, ജോർദാർ ഇവിടുന്ന് ഓടാൻ പോവുകയാണ്. ആ എല്ലാരും ഈ ട്രെയിനറെ തെറ്റിദ്ധരിക്കും. സംശയമുണ്ടോ? ഇന്നിവിടെ ഓട്ടമൊന്നുമില്ല. ബീസിലടിച്ച് കാർഡ് കാണിച്ച്. ജോർദാർ കാല് പൊക്ക. പൊക്ക. പൊക്കാൻ. ഇപ്പൊ നമുക്ക് ഓടാം. എടാ നിക്ക്, ട്രെയിനർ ഞാനാ, നീ അല്ല. നീ അങ്ങോട്ട് വേഗം ചെല്ലേ. ഈ ബാല ട്രെയിനിങ് സമയത്ത് കിടന്ന് ഉറങ്ങാണോ? ഇനി വിസിലടിച്ചാലും കാർഡ് കാണിച്ചാലും ഇവൻ നന്നാവൂല.
എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇങ്ങനെയാണ് നിങ്ങൾ ട്രെയിനിങ് നൽകുന്നത്? നിങ്ങളുടെ ഈ ഡോഗ് വളരെ അവൻ നല്ലവനാ. ആ പാവത്തിന് നിങ്ങൾക്ക് അടിക്കണോ? ഇല്ല. വിസിൽ അടിച്ചും കാർഡ് കാണിച്ചും നിങ്ങളുടെ ഈ പട്ടിയുണ്ടല്ലോ. ഇനി ഒന്നും കേൾക്കണ്ട. നിങ്ങൾ ഇനി എന്റെ സോർദാറിന് ട്രെയിനിങ് നൽകേ വേണ്ട. എനിക്കും ഈ പട്ടിക്ക് ട്രെയിനിങ് കൊടുക്കണമെന്നില്ല. ഞാൻ പോവാണേ. വിസിൽ അടിച്ചും കാർഡ് കാണിച്ചും. I'm sorry, സോർദാർ. ഞാൻ നിനക്ക് വേണ്ടി വേറെ നല്ല ട്രെയിനറെ കൊണ്ടുവരാം. മാഡം, നിങ്ങളാണല്ലോ നല്ലൊരു ട്രെയിനർ. നിങ്ങൾ ഞങ്ങൾക്ക് ഇത്രയും നല്ല ട്രെയിനിങ് തന്നു. സംശയമുണ്ടോ? ഓ എന്റെ മക്കളെ, നിങ്ങൾ എല്ലാവരും എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു. ബണ്ണി, നിന്റെ പ്ലാൻ നന്നായിട്ട് വർക്കൗട്ടായി. ഇല്ലല്ലേ?